നമ്മൾ പറയാൻ പോകുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ്. പ്രിപ്പോസിഷൻസ് മീൻസ് ഗതി എന്ന് മലയാളത്തിൽ പറയും. ഗതി. ഗതി എന്ന് പറയുമ്പോൾ അത് വാചകത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഗതി എന്ന വാക്ക് മലയാളത്തിൽ പറയുന്നത്. പ്രിപ്പോസിഷൻസ് ഒരു വാക്യത്തിലെ മറ്റ് പദങ്ങളോട് അതിലെ നാമത്തിനോ സർവനാമത്തിനോ ഉള്ള ബന്ധം സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ പറയുന്നത്. ഒരു വാചകത്തിൽ വാക്യത്തിലെ നമ്മൾ നാമത്തിനോ സർവനാമത്തിനോ അതിൽ ഉള്ള ബന്ധം സൂചിപ്പിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മറ്റ് പദങ്ങളോടോ ബന്ധം കാണിക്കുവാൻ അവയ്ക്ക് മുന്നിൽ ഉപയോഗിക്കുന്ന പദമാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഗതി അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു വാചകത്തിൽ വാക്യത്തിലെ മറ്റ് പദങ്ങളോട്, ബാക്കിയുള്ള പദങ്ങളോട് അതിൻ്റെ നാമത്തിനോ സർവനാമത്തിനോ ഉള്ള ബന്ധം കാണിക്കുന്ന ആ ഗതി, യഥാർത്ഥത്തിൽ സെൻറ്റൻസിൻ്റെ ഗതി സൂചിപ്പിക്കുന്ന വാക്കാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്? ഒരുപാട് പ്രിപ്പോസിഷൻ ഇംഗ്ലീഷിൽ. ഇൻ, അറ്റ്, ഓഫ് തുടങ്ങി ഒരുപാട് പ്രിപ്പോസിഷൻസ് ഇംഗ്ലീഷിൽ. Preposition is a word places before a noun or pronoun which indicates it shows the relation with to other words in this sentence. Actually, preposition is a word which is used to show the relation between other words. Other words means so there is a noun and pronoun here. At the same time, how to show this relation, വാക്യത്തിനായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള വാക്കുകളുമായിട്ട് ഇത് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്ന വാക്കുകളാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ ഈസ് ദ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ നൗൺ ഓർ pronoun, and between means the relationship with noun and pronoun and other words of the sentences. മറ്റുള്ള വാക്കുകളായിട്ട് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ ഒരുപാടുണ്ട്. ആദ്യമായിട്ട് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം അറ്റ് എന്നുള്ളൊരു പ്രിപ്പോസിഷൻ. അറ്റ് നമ്മളൊക്കെ പരിചയമുള്ളതാണ്. അറ്റ്, ഇൻ. എന്താണ് അറ്റ്, ഇൻ എന്ന് പറയുന്നത്? വലിയ രാജ്യങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, വലിയ പ്രദേശങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇന്നും. ചെറുത് കാണിക്കാൻ വേണ്ടി നമ്മൾ അറ്റും ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം മാത്രം. അറ്റ് ഉപയോഗിക്കുന്നത് സാധാരണയായി രാജ്യങ്ങൾ ഉദാഹരണമായിട്ട് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻ എ പെർട്ടിക്കുലർ കൺട്രി, ഇൻ ഇന്ത്യ, ന്യൂസിലൻഡ്, ഡെൻമാർക്ക്, അങ്ങനെയുള്ള രാജ്യങ്ങൾ കാണിക്കാൻ. വലിയ കെട്ടിടങ്ങൾ കാണിക്കുമ്പോൾ ഇൻ കുത്തബ് മിനാർ. സോ അത്ര വലിയ കെട്ടിടങ്ങൾ കാണിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ പറയാനൊക്കെ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നു. പിന്നെ ചെറിയ കെട്ടിടങ്ങൾ, ചെറിയ സ്ഥലങ്ങളൊക്കെ പറയാൻ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. ചെറിയത് കാര്യങ്ങൾ പറയും. ചെറിയ രാജ്യങ്ങൾ, ചെറിയ പ്രദേശങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറ്റ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നു. ഉദാഹരണമായിട്ട് അതേസമയത്ത് വലിയ കാര്യങ്ങൾ പറയാൻ ഇന്നും, ചെറിയ കാര്യങ്ങൾ പറയാൻ അറ്റും ഉപയോഗിക്കുന്നു.
Adi Shankara. Yes, example. Adi Shankara was born at Adi Shankara was born at Kaladi in Kerala. Adi Shankara was born at Kaladi in Kerala. At ennullathu cheriyadum, in ennullathu valiyadineyum kanikkunnu. So they lived at Cherthala in Alappuzha. So Cherthala ചെറുതും ആലപ്പുഴ വലുതുമാണ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് വലിയ പ്രദേശത്തെ കാണിക്കാനും അറ്റ് ചെറിയ പ്രദേശത്തെ കാണിക്കാനും ഉപയോഗിക്കുന്നു. സുധാമിന് മറ്റൊരു കാര്യം പറയുമ്പോൾ വലിയ സ്കൂൾ, ഇൻ സ്കൂൾ. ഓക്കെ, സ്കൂൾ ഒരു സ്കൂളാണ്. അറ്റ് സെൻറ്റ് ജോസഫ് സ്കൂൾ. അറ്റ് സെൻറ്റ് ജോസഫ് മീൻസ് അറ്റ് സെൻറ്റ് ജോസഫ് സ്കൂളിൽ. ഇത് ചെറുതാണ് കാണിക്കുമ്പോൾ. സ്കൂൾ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ച് ചെറിയ ഘടകമാണ് ഒരു സ്കൂള്. അപ്പം ആ സ്കൂളിൻ്റെ പേര് അറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുകയാണ്. യെസ്, അറ്റ് കോഴിക്കോട്. കോഴിക്കോട് is a small city, that's why we can call it as at. So we can use at എന്നുള്ള പേര്, സ്മോൾ ആയതുകൊണ്ട്. At കോഴിക്കോട് in Kerala. At Kozhikode in Kerala. Kerala is the large one and Kozhikode is the small one. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ഇറ്റും അറ്റും ഇന്നും ഉപയോഗിക്കുന്നു. അറ്റ് ഉപയോഗിക്കുന്നത് ചെറിയ കാര്യങ്ങൾ, ഇന്ന് ഉപയോഗിക്കുന്നത് വലിയ കാര്യങ്ങൾ പറയാനുമാണ്. അറ്റ് ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങൾ മറ്റത് ക്ലിപ്തമായ ഒരു സമയത്തെക്കുറിച്ച് പറയാൻ. ക്ലിപ്തമായ ഒരു സമയം, കൃത്യമായ എന്നുള്ള കൃത്യമായ ഒരു സമയം. The class starts at 1 o'clock. The class starts at 1 o'clock. Starts at ആണ്, കൃത്യസമയത്ത് തുടങ്ങുന്നു. യെസ്, at this time, ഈ സമയത്ത്. At this time, അവിടെ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. അറ്റ് ഒരു പ്രത്യേകം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അറ്റ് 4 o'clock. 4 o'clock. ഓക്കെ, അറ്റ് ഉപയോഗിച്ച് പറയാം. അറ്റ് ഓണം, ഓണത്തിന്. ഓക്കെ, അറ്റ് ദിസ് പ്ലേസ്, അറ്റ് ദിസ് ടൈം. അറ്റ് ദിസ് ടൈം ആണ് ഉപയോഗിക്കുന്നത് പ്ലേസ്. സോ ഡൗൺ, താഴെ കാണിക്കാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറ്റ് ഉപയോഗിച്ച് പറയുന്നു. അടുത്തത് ഇന്നാണ്. ഇൻ ജനുവരി. ഓക്കെ, ഇൻ ജനുവരി. ഇൻ 1948. In 1948, in this സ്കൂൾ. ഈ സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഇൻ ദ ഈവനിങ്. ഇൻ ദ ഈവനിങ്. ഇൻ ദ വിൻ്റർ. ഇൻ വിൻ്റർ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഇന്ന് ഉപയോഗിച്ച് പറയും. ഇന്ന് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക കാര്യങ്ങളെ പറ്റി പറയുന്നു ഇൻ. പക്ഷേ മാസം, വർഷം, ഇതൊക്കെ പറയാൻ നമ്മൾ ഇൻ ഉപയോഗിച്ച് സംസാരിക്കണം. അപ്പോൾ അറ്റെന്ന് പറയുന്നത് വലിയ കാര്യത്തിൽ ചെറുത് പറയാനും, ഇന്ന് ചെറിയ കാര്യം പറയുമ്പോൾ വലിയ കാര്യങ്ങൾ പറയാനുമാണ് നമ്മൾ. സോ ഇൻ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് the important thing in a particular paragraph or particular sentence, and at shows comparatively lesser than this, means less important than other things, means here it is in എന്ന് കാണിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഇന്നും ചെറിയ കാര്യങ്ങൾ പറയാൻ അറ്റും ഉപയോഗിച്ച് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ ഓൺ. ഓൺ എന്ന് പറയുമ്പോൾ ഓൺ മൺഡേ. ഓൺ മൺഡേ. ഓക്കെ, ഓൺ 6th October. ഡേറ്റ് പറയുമ്പോൾ നമ്മൾ ഓൺ തന്നെയാണ് ഉപയോഗിച്ച് പറയുന്നത്. ഓൺ മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. ഓൺ ദ ടേബിൾ. ഓൺ ദ ടേബിൾ.
ഓൺ ആണ് ഉപയോഗിച്ച് പറയുന്നത്. ഓൺ സാറ്റർഡേ, സാറ്റർഡേയിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാം നമ്മൾ ഓൺ ഉപയോഗിച്ച്. ഓൺ 30th August നമ്മൾ പറഞ്ഞു നേരത്തെ, 30th August. ഓൺ എ ഡേ മീൻസ് ദാറ്റ് ഡേ ഓൾസോ. പ്രത്യേക ദിവസത്തിലെ ഏതെങ്കിലും സമയത്തെ ഓൺ ഉപയോഗിച്ച് നമ്മൾ പറയാറുണ്ട്. ഓൺ സൺഡേ മോർണിംഗ്, ഓൺ സൺഡേ മോർണിംഗ്, മോർണിംഗ് അത് ടൈം തന്നെയാണ്, പക്ഷേ നമ്മൾ ഉപയോഗിച്ച് ഓൺ സൺഡേ മോർണിംഗ്. ആൻഡ് ഓൺ ദ നൈറ്റ് ഓഫ് December 24th, ഓൺ ദ നൈറ്റ് ഓഫ് December 24th. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഓൺ ഉപയോഗിച്ച് പറയും. മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുകയാണ്. മുകളിൽ, മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ. അതേസമയത്ത് he sits on the table, the cat is sits on the in the table എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ടേബിളിൽ, ടേബിളിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോഴാണ് ഓൺ ഉപയോഗിച്ച് പറയുന്നത്. ഇനി അടുത്തത് ഓൺ അപ്പോൺ, ഓൺ അപ്പോൺ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവ സാധാരണഗതിയിൽ നമ്മൾ ജീവനുള്ള വസ്തുക്കൾക്ക് മുകളിലാണ് അപ്പോൺ ഉപയോഗിച്ച് പറയും. ജീവനുള്ള വസ്തുക്കൾക്ക് മുകളിൽ. നമുക്ക് ഉദാഹരണമായിട്ട് ഓൺ ഉപയോഗിക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾ. ഓൺ ദ ഫാം, കൃഷിഭൂമിയിൽ എന്നുള്ള അർത്ഥത്തിലാണ്. കൃഷിഭൂമിയിൽ. കൃഷിഭൂമിയിൽ. ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത്. ഓൺ ദ റോഡ്, റോഡിൽ. ഓൺ ദ റൂഫ്, മേൽക്കൂരയിൽ. ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ ഓൺ വെച്ച് നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളാണ്. ജീവനില്ലാത്ത വസ്തുക്കൾ പറയുമ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കും. അല്ലാത്ത ജീവനുള്ള വസ്തുക്കൾ അപ്പോൺ എന്ന് പറയും. നമ്മൾ ഒരു ജീവനുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ജീവനുള്ള വസ്തുക്കൾ അപ്പോൺ എന്നാണ് പറയുക. അപ്പോൺ. ജീവനില്ലാത്ത വസ്തുക്കളെ ഓൺ എന്ന് പറയുന്നു. She sat, example, she sat on a chair. She sat on a chair. On ആണ് ഉപയോഗിക്കുന്നത്. The cat jumped upon a rat. Upon a rat. ഓൺ എന്ന് പറയുന്നത് ജീവനില്ലാത്ത നിർജീവമായ വസ്തുവും. അപ്പോൺ എ കാറ്റ്, കാറ്റിൻ്റെ മുകളിൽ ചാടി വീണു. അപ്പോൾ റാറ്റ് എന്നുള്ളത് എന്താണ്? ഒരു ജീവനുള്ള വസ്തുവാണ്. കാറ്റ് റാറ്റിൻ്റെ മുകളിൽ. അപ്പോൾ റാറ്റ് എന്നുള്ളത് ജീവനുള്ള വസ്തു ആയതുകൊണ്ട് അപ്പോൺ എന്നാണ് നമ്മൾ ഉപയോഗിച്ച് പറയുന്നത്. ഹി ക്ലൈംഡ് അപ്പോൺ, ഹി ക്ലൈംഡ് അപ്പോൺ എ ഹോഴ്സ്. അപ്പോൺ അവിടെയും ഹോഴ്സിൻ്റെ മുകളിലാണ്. ഹി ക്ലൈംഡ് ഓൺ എ ട്രീ. അത് സമയത്ത് നമ്മൾ ഹോഴ്സ് എന്നുള്ളത് ജീവനുള്ളതായതുകൊണ്ട് അപ്പോൺ എന്ന് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഓണും അപ്പോണും തമ്മിലുള്ള വ്യത്യാസം. ഓൺ മുകളിൽ തന്നെയാണ്. ഓൺ പ്രത്യേക ഡേറ്റ്, പ്രത്യേക സമയം നമ്മൾ പറയുന്നു. ഓൺ മീൻസ് പ്രത്യേക സമയം, മീൻസ് പ്രത്യേക മാസം, ഓൺ പ്രത്യേകം ദിവസം, അതിനൊക്കെ പറയും നമ്മൾ ഓൺ ഉപയോഗിച്ച് പറയുന്നു. മാസം പറയുമ്പോൾ ഇന്നാണ് ഉപയോഗിച്ച്. സോ ആക്ച്വലി അപ്പോണും ഓണും തമ്മിലുള്ള വ്യത്യാസം. ഓൺ നിർജീവമായ വസ്തുക്കൾക്ക് മുകളിലാണെങ്കിൽ, അപ്പോൺ എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കൾക്ക് മുകളിലാണെങ്കിൽ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ സൂചിപ്പിച്ചത്.